വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. കോഴിക്കോടും വയനാടും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. പലയിടങ്ങളിലും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. പണിമുടക്കിനെ തുടർന്ന് തലസ്ഥാനത്തും തൃശൂരിലും കൊച്ചിയിലും KSRTC സർവീസുകൾ മുടങ്ങി. മെട്രോയിലും തിരക്കില്ല. പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സ്വരാജ് റൗണ്ടിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊടുങ്ങല്ലൂരിൽ പണിമുടക്ക് അനുകൂലികൾ സ്ഥാപനങ്ങൾ അടപ്പിച്ചു. നഗരത്തിൽ തുറന്ന് പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമരക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചു. പോസ്റ്റ് ഓഫീസ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരക്കാർ എത്തിയതിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസിന് പോലീസ് കാവല് ഏർപ്പെടുത്തി. മണ്ണാർക്കാടും പട്ടാമ്പിയിലും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പ്രകടനമായി എത്തിയ പ്രവർത്തകരാണ് നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ തടഞ്ഞത്. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിൽ അധ്യാപകരെ തടഞ്ഞു. സ്കൂൾ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തി. അധ്യാപകർക്ക് സ്കൂളിൽ കയറാനായില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR നമുക്കിപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ കോഴിക്കോട് അധ്യാപകരെ തടഞ്ഞു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം രൂക്ഷമാണോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിൽ ജോലിക്കെത്തിയ അധ്യാപകരെയാണ് സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് CITU പ്രവർത്തകരാണ് പുതിയങ്ങാടി GMUP സ്കൂളിലെത്തിയ അധ്യാപകരെ തടഞ്ഞത്. ഇവർ സ്കൂളിന് 2 ഗേറ്റുകളുണ്ട്. ആ 2 ഗേറ്റിന്റെ മുൻപിലും CITU പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും കൊടികുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അധ്യാപകരെ സ്കൂളിനകത്തേക്ക് കയറാൻ വിട്ടില്ല, വിദ്യാർത്ഥികളെയും കയറാൻ വിട്ടില്ല എന്നൊരു ആരോപണം അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉന്നയിക്കുന്നുണ്ട്. ദേശീയ പണിമുടക്ക് ദിവസത്തിലും അധ്യാപകർ ജോലിക്കെത്തിയതാണ് സമരാനുകൂലികളെ പ്രകോപിപ്പിച്ചത്. പിന്നീട് പോലീസ് എത്തിയാണ് സമരക്കാരെ ഇവിടെ നിന്നും നീക്കിയത്. അധ്യാപകർക്ക് കയറാനാവാത്തതിനെ തുടർന്ന് സ്കൂൾ പ്രവർത്തിക്കാനായില്ല. സ്കൂൾ പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടാവുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഈ ഒരു സംഭവം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചിലയിടങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യം സമരാനുകൂലികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ ലേബർ നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ പണിമുടക്ക് നടത്തുന്നത്. ഇതോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റാലിയും സംഘടിപ്പിച്ചു. പ്രത്യേകിച്ച് കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നും പ്രകടനമായി എത്തി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തുകയും GST ഭവന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ പ്രതിഷേധത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ INTUC-യുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ, പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ പണിമുടക്കിന് വലിയ ഒരു ഐക്യദാർഢ്യമാണ് കോഴിക്കോട് ജില്ലയിലാകെ കാണാൻ നമുക്ക് സാധിച്ചത്. KSRTC അടക്കമുള്ള ബസ്സുകളൊന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായത്. സ്വകാര്യ വാഹനങ്ങളെ തടസ്സപ്പെടുത്തില്ലെന്ന് നേരത്തെ തന്നെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട സമരസമിതി അധികൃതരെല്ലാം തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ കോഴിക്കോട് വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഹോട്ടലുകൾ ഉൾപ്പെടെ അടഞ്ഞു കിടക്കുകയാണ് കോഴിക്കോട് ജില്ലയിലാകെ. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്കിനോട് പൂർണ്ണമായൊരു ഐക്യദാർഢ്യമാണ് കോഴിക്കോട് ജില്ലയിൽ കണ്ടത്. അതിൽ ഒരു അപവാദമാണ്, ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് പുതിയങ്ങാടി GMUP സ്കൂളിലെത്തിയ അധ്യാപകരെ തടഞ്ഞ സംഭവവും വാഹനം തടഞ്ഞ സംഭവവും. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പണിമുടക്ക് കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. ശരി, വ്യക്തമാണ്. ദേശീയ പണിമുടക്ക് കോഴിക്കോട് പൂർണ്ണമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് പോസ്റ്റ് ഓഫീസ് സമരക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചു എന്നൊരു വാർത്ത എത്തുന്നുണ്ട്. ഇപ്പോഴും പ്രതിഷേധമുണ്ടോ? എങ്ങനെയാണ് ഇന്നത്തെ ദേശീയ പണിമുടക്ക് തൃശ്ശൂരിനെ ബാധിച്ചിരിക്കുന്നത്?
അരുണിമ, തൃശ്ശൂരിലെ സ്ഥിതിയും വേറിട്ടതല്ല. തൃശ്ശൂരിലും പണിമുടക്ക് പൂർണ്ണമാണ്. സമരം പണിമുടക്ക് ആരംഭിച്ചപ്പോൾ ഒരു 13 മണിക്കൂർ ഏകദേശം പിന്നിട്ടു. ഇപ്പോഴും രാവിലത്തെ അതേ സ്ഥിതി തന്നെയാണ്. വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളൊക്കെയാണ് ആകെ ഈ തൃശ്ശൂർ നഗരത്തിൽ നിരത്തിലിറങ്ങിയിട്ടുള്ളത് ഇപ്പോഴും പോകുന്നത്. അത് വളരെ അത്യാവശ്യക്കാർ മാത്രമാണ് വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുന്നത്. മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. സമരം പണിമുടക്ക് ആരംഭിച്ചത് മുതൽ തന്നെ KSRTC ഒരു ബസ് പോലും സർവീസ് നടത്തിയിട്ടില്ല. സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കടകമ്പോളങ്ങൾ, മാർക്കറ്റുകൾ ഉൾപ്പെടെ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അരുണിമ സൂചിപ്പിച്ച പോലെ കൊടുങ്ങല്ലൂരിലാണ് ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. തുറന്ന് പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമരാനുകൂലികൾ പ്രതിഷേധം തുടർന്ന് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല എടവിലങ്ങിലെ സമരാനുകൂലികൾ പെട്രോൾ പമ്പ് അടയ്ക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഈ ചുരുക്കം ചില ഇത്തരത്തിലുള്ള ബലമായി അടപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റ് എല്ലാവരും സ്വകാര്യതയെ തന്നെ പണിമുടക്കിന് അനുകൂലമായി സ്ഥാപനങ്ങളൊന്നും തന്നെ തുറക്കാതെ പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഈ സമയമായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. ബലമായി വാഹനങ്ങൾ തടയുക, ഓടുന്ന വാഹനങ്ങൾ ആക്രമിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ സമയം വരെ തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ പ്രതിഷേധ ധർണയും ഒക്കെ നടത്തി. AG's ഓഫീസിന് മുന്നിലും അതുപോലെ പട്ടാള റോഡ് സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലൊക്കെയാണ് ഈ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ഒക്കെ നടത്തിയത്. സ്വരാജ് റൗണ്ടിൽ പ്രതിഷേധ പ്രകടനവും അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധ ധർണയൊക്കെ നടത്തിയത്. വിവിധ മറ്റ് സംഘടനകളൊക്കെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഉൾപ്പെടെ ഈ സമരത്തിന് പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ 10 ട്രേഡ് യൂണിയൻ സംഘടനകളാണ് രാജ്യത്ത് ഇത്തരത്തിൽ ഇന്ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ 500 കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും ഒക്കെ ചേരും. തൃശ്ശൂരിലും ഇപ്പോൾ ഏകദേശം പ്രതിഷേധ യോഗങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഒരു 11 മണിയോടെയൊക്കെയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും തൊഴിൽ കോഡുകളൊക്കെ പിൻവലിക്കുക, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര സർക്കാരിനെതിരെ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇന്ന് ദേശീയ പണിമുടക്ക് ആചരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് തൃശ്ശൂരിലെ ഏക ആശ്വാസകരമായ കാര്യം. ശരി, വ്യക്തമാണ്. കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള ദേശീയ പണിമുടക്ക് തൃശ്ശൂരിലും പൂർണ്ണമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം പ്രസാദ് MJയും ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സമരക്കാർ കടകളൊക്കെ അടപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഈ ഒരു ദേശീയ പണിമുടക്ക് ഇന്ന് എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ദേശീയ പണിമുടക്ക് ഏകദേശം പൂർണ്ണമാണെന്ന് തന്നെ പറയാം. പക്ഷെങ്കിൽ ശബരിമല തീർത്ഥാടകരും പിന്നെ മാരാമൺ കൺവെൻഷൻ വരുന്ന വിശ്വാസികളെയും ഒഴിച്ചുകൊണ്ട് അവരുടെ വാഹനങ്ങളൊക്കെ തടസ്സം കൂടാതെ കടത്തിവിടുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിൽ കൂടി ഓടുന്നത്. ബാക്കി ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി KSRTC കോൺവോയി അടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ തീർത്ഥാടകരുമായി വരുന്ന മാരാമണ്ണിന്റെ സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ സമരക്കാർ തടയുന്നില്ല. അവര് മാരാമൺ കൺവെൻഷൻ സെന്ററിലേക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇത് മുൻകൂട്ടി തന്നെ സമരക്കാരെ കോഴഞ്ചേരിയെയും മല്ലപ്പഴിശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നാളെയാണ് കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ KSRTC അധികമില്ലാത്ത പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലും ഈ പണിമുടക്ക് സാരമായി ബാധിച്ചിട്ടുണ്ട്. ആങ്ങമൂടി, സീയത്തോട്, വടശ്ശേരിക്കര, ചിറ്റാറ് എന്നീ മേഖലകളിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഈ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഒപ്പം തന്നെ ടാക്സി, ഓട്ടോ ഡ്രൈവർമാർ, ടെമ്പോ ഡ്രൈവർമാരും എല്ലാം പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നതിനാൽ ഈ മലയോര മേഖലയിലെ പൂർണ്ണമായും സമരം വിജയമാണ്. ഇപ്പൊ ടൗണിലെ കടകളും കമ്പോളങ്ങളും എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അത്യാവശ്യം മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തന്നെ തുറന്നിട്ടുള്ളത്. അരുണിമ. ശരി, വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ഈ ഒരു ദേശീയ പണിമുടക്ക് പത്തനംതിട്ടയിലും പൂർണ്ണമാണെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ദേശീയ പണിമുടക്ക് കേരളത്തിലും പൂർണ്ണമാണ്. കോഴിക്കോടും വയനാടും
പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും പ്രവർത്തനങ്ങൾ വാഹനം തടഞ്ഞിട്ടുണ്ട്. പണിമുടക്കിനെ തുടർന്ന് തലസ്ഥാനത്തും തൃശ്ശൂരിലും കൊച്ചിയിലും ഒക്കെ KSRTC സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മെട്രോയിൽ തിരക്കുകളൊന്നും തന്നെയില്ല. പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സ്വരാജ് റൗണ്ടിൽ പ്രകടനവും പൊതുയോഗവും ഒക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും കൊടുങ്ങല്ലൂരിൽ പണിമുടക്ക് അനുകൂലികൾ സ്ഥാപനങ്ങളൊക്കെ അടപ്പിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസും അടപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണാർക്കാടും പട്ടാമ്പിയിലുമൊക്കെ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോഴിക്കോട് നിന്നും റിയാസ് KMR തൃശ്ശൂരിൽ നിന്നും മനീഷ് ആന്റണിയും പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MGയുമാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.